വെറുപ്പിന്റെ അവസാനം കുട്ടിശങ്കറിനോട് എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ്. മമ്മൂക്കൻ്റെ ഈ ഡയലോഗിന് ഇവിടെ എന്താ പ്രസക്തി എന്നല്ലേ? നമുക്ക് ആദ്യം നമ്മുടെ ഗസ്റ്റിനെ വെൽക്കം ചെയ്യാം. സോഷ്യൽ മീഡിയയിലെ പവർ കപ്പിൾ ജാസിം ആഷിം. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഈ ഡയലോഗിന്റെ കമന്റ്സ് എനിക്ക് വരാറുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. ഞാൻ റീസെന്റ് ആയിട്ട് നിങ്ങളുടെ ഈ റീലിന്റെ കമന്റ്സ് ഒക്കെ എടുത്ത് നോക്കി. എന്തായാലും ഇന്റർവ്യൂ ചെയ്യാൻ പോവാണല്ലോ, അപ്പൊ നമുക്ക് അറിയണ്ടേ. അപ്പൊ എല്ലാരും പറയാം ജാസിനൊക്കെ പണ്ട് നമ്മൾ ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ജാസി ഭയങ്കര പാവാണ്, ഇപ്പൊ ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയാണ് ഈ നെഗറ്റീവ് പറഞ്ഞ ആളുകളെ കൊണ്ട് ഇത്ര പോസിറ്റീവായി പറയിപ്പിക്കുന്നത്? ഏറ്റവും നല്ല മറുപടി എന്ന് പറയുന്നത് സൈലൻസ് ആണ്. നമ്മളൊരാൾ കുറേ കല്ലെറിഞ്ഞു, കുറേ ഉപദ്രവിച്ചു, കുറേ കുറ്റം പറഞ്ഞു, കുറേ നെഗറ്റീവ് കമന്റ്സ് നമ്മൾ പ്രതികരിക്കാൻ പോകരുത്. നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചങ്ങ് പൊക്കോണം. നമ്മളെ ഒരു എയിം ഉണ്ടല്ലോ, നമ്മൾ എന്തിനാണ് സോഷ്യൽ മീഡിയ കയറിയത്? ഓക്കെ, നമുക്ക് കുറച്ച് നല്ല വീഡിയോസ് ചെയ്യണം, നമുക്ക് ഭാവിയിൽ ഒരു നല്ലൊരു സിനിമയിൽ കയറണം, അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം ലൈഫ്. അതിനുവേണ്ടിയാണ് ഞാൻ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ വന്നത്. അപ്പോൾ എൻ്റെ ഒരു എയിം എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ്. ഞാൻ അത് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന വ്യക്തിയാണ്. എനിക്ക് ഒരുപാട് ഇനിയും കുറേ പടവുകൾ കയറാനുണ്ട്. അപ്പം അതിനിടയ്ക്ക് നെഗറ്റീവ് കമന്റ്സ് കണ്ടിട്ട് നോക്കാൻ ടൈം ഒന്നാമതില്ല, രണ്ടാമത് ഇത് കണ്ടിട്ട് ടെൻഷൻ അടിച്ച് വീട്ടിൽ അലമുറയിട്ട് കറിയാനുള്ള ടൈം എനിക്കില്ല. എനിക്ക് എൻ്റെ എയിമിലേക്ക് എത്താനുള്ള ഒരു ഫോക്കസ് ആണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് ഞാൻ നോർമലി ഒന്നും അങ്ങനെ പ്രതികരിക്കാറില്ല. അതുകൊണ്ടായിരിക്കും കുറെയൊക്കെ. പിന്നെ ഞാൻ ഇടുന്ന ഡ്രസ്സിന് നല്ല അഭിപ്രായം വരാറുണ്ട്. അത് ഞാൻ പറയാൻ പറ്റില്ല. ഒരാളെ കാണുമ്പോ ജാസിനെ റീൽ ചെയ്തിട്ടുണ്ട്, ഇതാരെ കാവില് ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു, അതിനൊരു കൗണ്ടർ ഉണ്ടല്ലോ, തിരിച്ചു പറ. ഞാൻ പറഞ്ഞാണോ? അതെ, എന്താ തോന്നാൻ മാഷിന് ഭഗവതി മുമ്പ് കണ്ടുള്ള പരിചയമൊന്നുമില്ലല്ലോ. അത് ആശി പറഞ്ഞ ഡയലോഗ് ആയിരുന്നു. അത് വൈറലായ റീലായിരുന്നു. അപ്പൊ ഒരാൾ അതുപോലെ ഭയങ്കര ട്രഡീഷണലായി വന്നു. മറ്റേയാളെ പറയാനാണെങ്കിൽ, പാർട്ട്ണറെ കുറിച്ച് പറയാനാണെങ്കിൽ, മരണമാസ സിനിമ ഞാൻ വളരെ റീസെന്റ് ആയിട്ട് കണ്ട. അതില് ബേസിൽ ജോസഫിനെ പോലെ മുടിയൊക്കെ കളർ ചെയ്ത് ആഷി നോർമലി എല്ലാ ഇന്റർവ്യൂവിലും ആഷി നല്ല കീറിയ പാന്റ്, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ജാക്കറ്റ്സ്, ഗ്ലാസ് അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പൊതുവെ എല്ലാ ഇന്റർവ്യൂവിലും വന്നിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, നിന്നെ എല്ലാവരും ഇങ്ങനെ ഒരു ഇന്റർവ്യൂവിൽ എല്ലാ ഇന്റർവ്യൂ എടുത്താലും ആഷി ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഇന്ന് എക്സി ആയിട്ട് വാ, കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് എക്സി. അപ്പോൾ എന്നോട് പറഞ്ഞ് ഫുൾ ബ്ലാക്ക് ഇട്ട്. അങ്ങനെ ആഷി ഫസ്റ്റ് ടൈമാണ് ഒരു ഇന്റർവ്യൂവില് ഇങ്ങനെ ഒരു എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഇരിക്കുന്നത്. അതെ, നോർമലി ഫുള്ള് കീറിയ പെയിന്റും കുറെ ജാക്കറ്റും കുറെ കളർഫുള്ളും തൊപ്പിയും ഗ്ലാസും ഓർണമെന്റ്സും ഒക്കെ ഇട്ടാണ് നിൽക്കുക. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ്. ട്രഡീഷണൽ ചുരിദാർ ആണെങ്കിലും ട്രഡീഷണൽ സാരീസ് ആണെങ്കിലും പൂവൊക്കെ വെച്ച് പൊട്ടൊക്കെ വെച്ച്. ഞാൻ പൊട്ട് വെച്ചാലും പ്രശ്നമാണ്, അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഒരുങ്ങി വരാനും. ചില ഫ്രണ്ട്സൊക്കെ ചോദിക്കും ജാസി എന്നുള്ളൊരു പേര് പറയുമ്പോൾ നമുക്കൊരു ഐഡൻറ്റിറ്റി, ജാസി, ഡ്രസ്സ് അപാരമാണ്, അങ്ങനെ തോന്നുന്ന ഒരു ഐഡൻറ്റിറ്റി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പം അതുകൊണ്ട് ഞാൻ പൊതുവെ ഏത് സ്ഥലത്ത് പോവാണെങ്കിലും, ഒരു നോർമൽ ഒരു ഇൻ്റർവ്യൂവിനാണെങ്കിലും, ഒരു ഇനാഗുറേഷൻ ആണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ, എന്തൊരു പ്രോഗ്രാമിന് പോവാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അണിഞ്ഞൊരുങ്ങി നല്ല പൂവൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു ഗ്രാൻഡ്. കാരണം നമ്മളെ കാണുമ്പോൾ ആൾക്കാരെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കണം, ഒരു 10 സെക്കൻഡ് ഇങ്ങനെ നോക്കി നിൽക്കണം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എവിടെ പോകണമെങ്കിൽ കുറച്ച് ഒരുങ്ങിയിട്ടൊക്കെ പോവുള്ളൂ. എനിക്ക് ഭയങ്കര ഇതാണ്. എസ്പെഷ്യലി ഇല്ലില്ല, അതൊരു ക്വസ്റ്റ്യൻ ആണ്. ഇല്ല, ഒന്നാമത് എനിക്ക് മരിച്ച വീടുകളിൽ പോകുന്നത് ഭയങ്കര പേടിയാണ്. പേടി മീൻസ് അതല്ല, എനിക്ക് പേടി മീൻസ് അതല്ല, പക്ഷെ പോവാതിരിക്കാൻ പറ്റില്ല. നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ മരിക്കുമ്പോൾ നമുക്ക് പോയി കാണണല്ലോ. പക്ഷെ എനിക്ക് പോയി അവിടുത്തെ ഈ ചന്ദനത്തിരിയുടെ സ്മെല്ല്, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു മൂകത ഒക്കെ കാണുമ്പോൾ എനിക്ക് ഉള്ളിനുള്ളിൽ ഭയങ്കരമായിട്ട് ഒരു പേടി വരും. എനിക്കത് പേടിയാണ് സത്യം പറഞ്ഞാല്. എനിക്കൊരിക്കലും അങ്ങനെ നിൽക്കാൻ പറ്റില്ല ഒരു മരിച്ച വീട്ടിൽ പോയിട്ട് കുറെ നേരം. ഭയങ്കര പേടിയുള്ള കാര്യമാണ്. ഒരു കല്യാണ വീട്ടിലേക്കാണെങ്കിൽ ഓക്കെ, നമുക്ക് ഗ്രാൻഡ് ആയിട്ട് ഇങ്ങനെ പോയി അടിച്ചു പൊളിച്ച് നിൽക്കാം. മരിച്ച വീട്ടിൽ ഈ ഒരു അറ്റാറിൽ പോലെ ഒരു വിഷ്വലൈസ് ചെയ്യാം. അയ്യോ, ആൾക്കാർ എന്നെ വലിച്ചിട്ട് കീറി കൊല്ലും ഒട്ടിക്ക് പോസ്റ്ററില്. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു മുടിയൊക്കെ കളർ ചെയ്ത്. ഇപ്പൊ വീട്ടിലെ പണ്ട് കളർ കോഴികളൊക്കെ ഉണ്ടായിരുന്നു, അതിന്റെ ഒരു ഓർമ്മ പുതുക്കലിന് വേണ്ടിയിട്ടാണോ? സുരഭി ചേച്ചി പറഞ്ഞ പോലെ കളർ കോഴികളെ ഞെക്കി പൊട്ടിക്കുന്നു. ഇല്ല, ആശയം ഇപ്പൊ ഞങ്ങൾക്ക് ഈ പ്രൊമോഷൻസും അതേപോലെ പാർലറിന്റെ പ്രൊമോഷൻസ് ഒക്കെ വരുമല്ലോ. അപ്പൊ എനിക്ക് മന്ത്ലി ഒരു 3-4 പാർലർ എന്തായാലും പ്രൊമോഷൻസ് വരും. അപ്പൊ ആശയം എപ്പോഴും പോയിട്ട് ഓരോ കളർ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കും. ഒരു ബ്രൗൺ ആയിരുന്നു, ലേഡീസ് ആകുമ്പോൾ ഒരുപാട് ചെയ്യാനുണ്ട്. പെഡിക്യൂർ, മാനിക്യൂർ, അങ്ങനെ ഇങ്ങനെ കുറെ ഉണ്ട്. ഫേഷ്യൽ ഇവർക്കാണെങ്കിൽ കട്ടിങ്ങും ഷേവിങ്ങും കഴിഞ്ഞല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഹെയറിൽ കളർ ചെയ്യാറുണ്ട്. ജാസിന് ഇപ്പൊ നമ്മള് പറഞ്ഞു, ഞാനിങ്ങനെ കോസ്റ്റ്യൂം ചൂസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ജാസിന്റെ കൂടെ പിടിച്ചേക്കണല്ലോ, ട്രഡീഷണൽ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും മാച്ച് ആവില്ല, നിങ്ങൾ മാർക്ക് കൊണ്ടുപോകും. ഞാൻ എന്തെങ്കിലും ഒരു കോസ്റ്റ്യൂം എടുത്തിട്ടു. കൊള്ളാം. പക്ഷെ
എനിക്ക് ഈ മോഡൽ ഡ്രസ്സുകൾ ചേരത്തില്ല. അത് ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ട് ആഷിക്ക് ഇഷ്ടമല്ല ജാസി ഇങ്ങനെ റിവീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഡ്രസ് ഇടുന്നില്ല, ചെറുതായിട്ടെങ്കിലും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് പൊതുവെ എന്താണ് ആഷിക്ക് ഇഷ്ടമല്ല അങ്ങനെ എക്സ്പോസ് ചെയ്ത ഡ്രസ്സ് ഇടുന്നത്. അത് ഇപ്പോഴും ഇഷ്ടമല്ല. അയ്യോ, എനിക്ക് ലാസ്റ്റ് ഞാനൊരു കോസ്റ്റ്യൂം ഇട്ടായിരുന്നു, ഒരു കുറച്ച് ഇങ്ങനെ ഒരു ഇതുള്ള ഒരു ഗൗൺ ടൈപ്പ്. അത് ഒരു നൈറ്റ് പാർട്ടിയാണ്, കോക്ടെയിൽ വിത്ത് ഫാഷൻ ആയിരുന്നു അവരുടെ തീം. നമുക്ക് അതിൽ ഒരു സാരി എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ഗൗൺ ചുരിദാറിട്ട് പോകാൻ പറ്റില്ലല്ലോ. അവിടെ എന്തായാലും ഒരു പാർട്ടി ഗൗൺ എന്തെങ്കിലും ഇടണമല്ലോ. പക്ഷെ അത് ഇട്ടിട്ട് പോയിട്ട് എനിക്ക് അങ്ങ് എന്താ പറയാ, ഗൗൺ അടിപൊളിയായിരുന്നു ഹാൻഡ് ഡിസൈൻസിന്റെ. പക്ഷെ എനിക്ക് അതെന്തോ കംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യുന്നേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ എനിക്ക് എപ്പോഴും സാരി ചുരിദാർ ഒക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് പോകുന്നതാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടം. അല്ല, കളിപ്പന്റെ കന്തരിയാണ്. അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഞാൻ ലാസ്റ്റ് റീൽസിൽ ഇട്ടിട്ട് അപ്പൊ എന്നോട് ചോദിക്കും ആഷിക്ക് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ പിന്നെ ജാസി ലാസ്റ്റ് ഇട്ട റീൽസിൽ ജാസിയുടെ കുറച്ച് വയറ് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ. അത് ആ ഒരു കഥാപാത്രത്തിന് വേണ്ടി. അതും ഞാൻ അധികം എക്സ്പോസ് ആയതുകൊണ്ട് കുറച്ച് മേലൊക്കെ അത്രത്തോളം കയറ്റിട്ടൊക്കെയാണ് ആ മുണ്ട് കൊടുത്തിട്ടുള്ളത്. കാരണം ജയഭാരതി മാമിനെ ഇൻസ്പയർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മാനത്തെ മഴമുകിൽ മാലകളെ ചെലുത്ത മടപ്പിറാവുകളെ, ആ പാട്ടാണ് ചെയ്തത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ സൗണ്ട്. ഞാൻ നിങ്ങളുടെ ഒരു ഡാൻസ് വീഡിയോ ഒക്കെ ഒരു ക്ലാസിക്കൽ ഡാൻസ് കളിച്ചില്ലേ, ഞാൻ ഫസ്റ്റ് അതാ കാണുന്നേ. ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട്. ആണോ? താങ്ക് യു. ഞാൻ കുറെ പേർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടല്ലേ കളിക്കുന്നത്. പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ. അല്ല, പക്ഷെ പാട്ടായാലും ഡാൻസ് ആയാലും എല്ലാം ഇഷ്ടമാണ്. സിനിമയിലൊക്കെ ഒരു ചാൻസ് ഉണ്ട്. എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് എല്ലാം ഇഷ്ടമാണ്. ലൈക്ക് പാട്ട് പാടുന്നത് ഇഷ്ടമാണ്, ഡാൻസ് കളിക്കുന്നത് ഇഷ്ടമാണ്, മേക്കപ്പ് ഇഷ്ടമാണ്, ഡിസൈൻ ചെയ്യും, ക്രിയേറ്റീവ് ആയിട്ട് എന്തൊക്കെ ചെയ്യും, അങ്ങനെയൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ആ വീഡിയോസ് ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് ടീച്ചേഴ്സ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസിക്കൽ ടീച്ചേഴ്സ് ജാസി പഠിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം, കുറച്ചും കൂടെ ശ്രദ്ധിച്ച് നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊക്കെ കുറെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം, അവരൊക്കെ മെസ്സേജ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷമായി. റീസെന്റ് ആയിട്ട് ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അതായത് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ തന്നെയുള്ള ഒരു വ്യക്തി പറഞ്ഞു, ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ചില ആളുകൾ ട്രാൻസ് ആണെന്ന് തിരിച്ചറിയുന്നുണ്ട്, പക്ഷെ അത് സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു തെറ്റാണ്. പക്ഷെ നമുക്ക് അറിയില്ലല്ലോ നമ്മൾ എപ്പോഴാണ് കമ്മിങ് ഔട്ട് ചെയ്യുന്നത്. അതായത് ചിലപ്പോ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മളെ സമൂഹം ട്രാൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത്, അവരെ കുറിച്ചിട്ടുള്ള സിനിമകൾ വരുന്നത്. അപ്പോ ചിലപ്പോ അവരെ ഫാമിലിയിൽ തന്നെ ഒരു റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. അത്രയും കഷ്ടപ്പെട്ട് അതെ ബുദ്ധിമുട്ടിയൊക്കെ ആയിരിക്കും ഒന്ന് കമ്മിങ് ഔട്ട് ചെയ്യുന്നത്. അപ്പോ ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ട്രാൻസ് വ്യക്തിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതിനോട് അത് കണ്ടിരുന്നു. ആ പ്രസ്താവനയിൽ ഒരിക്കലും യോജിക്കുന്നില്ല. അതായത് തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ്, തെറ്റായിട്ടുള്ള ഒരു മെസ്സേജ് ആണ് അത് കൊടുക്കുന്നത്. ഇപ്പൊ ഉദാഹരണം ഞാൻ വേറൊരു ആൾക്കാരെ കാര്യമില്ല പറഞ്ഞത്, എന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇപ്പൊ ട്രാൻസ് ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ മുമ്പ് ഒരു കല്യാണം കഴിച്ച വ്യക്തിയാണ്. എൻ്റെ ലൈഫിൽ എൻ്റെ ഫാമിലീസിനും എൻ്റെ ബാക്കിയുള്ള ആൾക്കാർക്കും ഒരു, കാരണം എനിക്ക് രണ്ട് ചേച്ചിമാരാണ്. അപ്പൊ ഞാൻ ഒരു മുമ്പേ ട്രാൻസ് അപ്പൊ അവരുടെ ലൈഫ് എന്താവും എന്നുള്ളത് ഒരു ഫോക്കസ് എനിക്കുണ്ട്. പിന്നെ അതിനൊക്കെ ഉപരി ഞാൻ എൻ്റെ ഫാമിലിനെ നന്നായിട്ട് പേടിച്ച് വളർന്നൊരു വ്യക്തിയാണ്. അപ്പൊ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എന്താവും എന്നത് എനിക്ക് ഓൾറെഡി ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ പിന്നെ എൻ്റെ ഉപ്പാനെ പേടിയായിരുന്നു, വീട്ടില് ആൾക്കാരോട് എങ്ങനെ ഇത് തുറന്ന് പറയാം. പേടി മീൻസ് ആ ഒരു പേടിയില്ല, ബഹുമാനം കൊണ്ടൊരു പേടി. അപ്പൊ ഇത് തുറന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ള ഒരു ഇത് എനിക്ക് ഉണ്ട്. അപ്പൊ ഞാൻ എന്റെ വീട്ടുകാരെ പറഞ്ഞ പോലെ ഞാൻ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആ കല്യാണം എനിക്ക് പറ്റുന്നില്ല എന്നുള്ള തോന്നിയോണ്ടാണ് പിന്നെ അത് ആക്കിയത്. പിന്നെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ എന്റെ ഒരു ഇതിലേക്ക് കൺമോട്ട് ചെയ്ത് ഓക്കെ ഇനി അഭിനയിച്ച് ജീവിക്കേണ്ട, കാരണം ഞാൻ എന്താണെന്നുള്ളത് ഞാൻ തുറന്ന് പറയാം, സമൂഹത്തിനോട് പറയാന്നുള്ള രീതിയിൽ ഞാൻ കമ്മോട്ട് ചെയ്ത് വന്നത്. ഇപ്പോൾ ഈ കല്യാണം കഴിച്ച ആൾക്കാർക്ക് ചെറിയൊരു കുട്ടികളുണ്ടാവായിരിക്കും. എനിക്ക് കുട്ടികളില്ല കേട്ടോ, ഞാൻ ഒരു മാസം താമസിച്ചുള്ളൂ. അപ്പോൾ കല്യാണം കഴിച്ച കുട്ടികളുണ്ടാവായിരിക്കും, അവർക്ക് 2 കുട്ടികളുണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവരൊരു ഭാവിയിൽ അവരൊരു പെണ്ണായി മാറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അവർക്ക് അത് ആ സമയത്താണ് അത് അവർക്ക് തുറന്നു പറയാൻ പറ്റും. കാരണം അവരുടെ സാഹചര്യങ്ങളാണ്, എല്ലാവരും ഒരേപോലത്തെ സാഹചര്യം ആയിരിക്കില്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞ വ്യക്തിയുടെ സാഹചര്യം ആയിരിക്കില്ല ഈ വേറൊരാളെ സാഹചര്യം. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ എനിക്കെന്തോ ആ പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നില്ല. അത് ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു അതെ, അതാണ് ഏറ്റവും അത് ട്രാൻസ്ജെൻഡേഴ്സിന്റെ കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ ഭയങ്കര വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം പുറത്ത് പോണ സമയത്ത് നമ്മളോട് ചോദിക്കണം, നിങ്ങൾ ഫുൾ സർജറി ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഡൗൺ സർജറി ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഒന്നും ചെയ്യാണ്ടാണോ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത്, അങ്ങനെയൊക്കെ ആൾക്കാർ ചോദ്യം വരില്ലേ. നിങ്ങൾ കുട്ടികളുണ്ടോ, നിങ്ങൾ മുമ്പ് കല്യാണം കഴിച്ചിട്ടുണ്ടോ, അതൊക്കെ ക്വസ്റ്റ്യൻസ് വരില്ലേ. അത് വളരെ മോശപ്പെട്ട ഒരു പ്രസ്താവനയാണ്. അത് നമ്മുടെ കമ്മ്യൂണിറ്റി പെട്ട ഒരാളെ പറയുമ്പോൾ അത് കുറച്ചും കൂടെ അതിന് പവർ കൂടും.
അതാണ് ഉണ്ടായ സംഭവം.